നമസ്കാരം, ഞാൻ സുജിത സുനി. ഇന്ന് അതായത് 21 ജൂൺ ലോകം മുഴുവൻ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കും. യോഗയുടെ പ്രചരണമാണ് ലക്ഷ്യം. ആയതിനാൽ യോഗയെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഠിനമായ പ്രയത്നത്തിലൂടെ 2015 മുതൽ ലോകം മുഴുവൻ 21 ജൂൺ യോഗാ ദിനമായി ആചരിച്ചു പോരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം? വളരെ കുറച്ച് ജനങ്ങൾക്ക് മാത്രമേ യോഗ എന്തെന്നും യോഗയുടെ പ്രാധാന്യവും ഗുണങ്ങളും എന്തെന്നും അറിയുകയുള്ളൂ. യോഗ എന്ന വാക്ക് ഉടലെടുത്തത് യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നുമാണ്. യോഗ ഒരു മതമല്ല, അതൊരു ശാസ്ത്രമാണ്, അതൊരു കലാശാസ്ത്രമാണ്, അതൊരു ആരോഗ്യശാസ്ത്രമാണ്, അതിനെല്ലാം ഉപരി അതൊരു സംസ്കാരമാണ്. ഭാരതത്തിന്റെ സ്വന്തമായ ഒരു പാരമ്പര്യം കൂടിയാണ് യോഗ. യോഗ എന്ന വാക്കിന് അർത്ഥം യോഗം, സംയോഗം, കൂടിച്ചേരൽ എന്നൊക്കെയാണ്. ഭൗതിക ശരീരവും മനസ്സിലെ ഉള്ളറകളിലെ ദിവ്യ ചൈതന്യവും അഥവാ ആത്മാവും ഇവ തമ്മിലുള്ള കൂടിച്ചേരലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആസനവും പ്രാണായാമവും മാത്രമായി ചുരുങ്ങിയ തോതിലാണ് ഇന്ന് യോഗ അറിയപ്പെടുന്നത്. എന്താണ് പ്രാണായാമം? പ്രാണൻ എന്നാൽ പ്രാണവായു. നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളും വായുവിന്റെ ചലനങ്ങളും അല്പനേരത്തേക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രാണായാമം, അതായത് ബ്രീത്തിങ് എക്സസൈസ്. ഇനി എന്താണ് ആസനകൾ എന്ന് നോക്കാം. ആസനം ഒരിക്കലും ഒരു വ്യായാമമല്ല. ഇന്ദ്രിയങ്ങളെ ബാഹ്യവ്യവഹാരങ്ങളിൽ നിന്നും അകറ്റി അവയെ നിയന്ത്രിച്ച് സ്വസ്ഥമായും സ്ഥിരമായും നിലകൊള്ളുവാൻ സഹായിക്കുന്ന ശരീരസ്ഥിതികൾ അഥവാ പൊസിഷൻസ് ആണ് ആസനങ്ങൾ. അങ്ങനെയുള്ള ആസനകളിലേക്ക് എത്തുന്നതിന് അഥവാ എത്തിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് വ്യായാമം. ഇനി യോഗയുടെ നിർവചനം എന്തെന്ന് നോക്കാം. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി എന്നാൽ മനസ്സിന്റെ വ്യാപാരങ്ങൾ, അതിനെ നിരോധിക്കലാണ് യോഗ. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സ്വസ്ഥമായ ഒരിടത്തിരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഇനി അഥവാ അങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ തന്നെ ആ സ്വസ്ഥത ശരീരത്തിന് മാത്രമല്ലേ ലഭിക്കും? ആ നിർവൃതി മനസ്സിന് കൂടി ലഭിച്ചാലോ? അതിനു വേണ്ടിയാണ് യോഗ പരിശീലിക്കുന്നത്. യോഗ അറിയുവാനും അഭ്യസിക്കുവാനും ഒരു പ്രത്യേക പ്രായമോ പ്രായപരിധിയോ ഇല്ല. 10 വയസ്സ് കഴിഞ്ഞ കുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ആരംഭിക്കാവുന്നതേ ഉള്ളൂ. യോഗ അഭ്യസിച്ചു തുടങ്ങുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി തീരുന്നു. ശാരീരികമായി മാത്രമല്ല, മാനസികമായി. മാനസിക ആരോഗ്യമുള്ളവൻ എന്നും ശാരീരിക ആരോഗ്യമുള്ളവരുമായിരിക്കും. വിദ്യാലയങ്ങളിൽ യോഗ ഒരു പ്രധാന വിഷയമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഗുണനിലവാരമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ സഹായിക്കും. നമുക്കെല്ലാം പൊതുവായി അറിയാവുന്നതാണ്, മുതിർന്നവരിൽ ദിവസവും പല രൂപത്തിലുള്ള സ്ട്രെസ് അഥവാ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ മുതിർന്നവരെ പോലെ തന്നെ സമ്മർദ്ദത്തിലാണ്. അത് അവരിൽ ആത്മഹത്യ പോലുള്ള പ്രവണതകൾ ഉണ്ടാക്കിയെടുക്കുന്നു. വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും വളർന്നു വരുന്ന എല്ലാവിധ മത്സരങ്ങളും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള സമ്മർദ്ദമാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം എന്നാൽ വ്യക്തിയുടെ മാനസികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാകണമെന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാന്മാർ പരക്കെ പരാമർശിച്ചിട്ടുണ്ട്. യോഗയുടെ അറിവും പരിശീലനവും മൂലം വിദ്യാർത്ഥികളിൽ പെരുമാറ്റ പരിവർത്തനം കൊണ്ടുവരുവാൻ സാധിക്കുന്നതിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതിനെല്ലാം ഉപരി കുട്ടികളിലെ ഓർമ്മശക്തി, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും നല്ലൊരു പങ്ക് യോഗയ്ക്കുണ്ട്. ഇവിടെയാണ് മറ്റെല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിന്നും യോഗ വ്യത്യസ്തമാകുന്നത്. ലോകം മുഴുവൻ ഇന്ന് COVID-19 എന്ന പകർച്ചവ്യാധിയുടെ ഏറ്റവും
കഠിനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അവസ്ഥ മറികടക്കാൻ വിദഗ്ധർ ഉപദേശിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നതാണ്. അതിലൊരു പ്രതിവിധി കൂടിയാണ് യോഗ. കാരണം COVID-19 ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ആയതുകൊണ്ട് പ്രാണായാമം അഭ്യസിക്കുന്നതിലൂടെ ശ്വസന പ്രക്രിയ കൂടുതൽ ത്വരിതപ്പെടുത്തും. അതുമൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കാൻ സഹായകമാകുന്നു. അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, പ്രമേഹം, ആസ്മ, അസ്ഥിസന്ധി രോഗങ്ങൾ, മലബന്ധം തുടങ്ങിയവയും ചെറുക്കാവുന്നതാണ്. യോഗ മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവയെ ദൂരീകരിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുവാനും സഹായിക്കും. ഇപ്പോഴത്തെ COVID-19 പ്രതിസന്ധികൾ ജനങ്ങളെ മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് യോഗയിലെ ധ്യാനത്തിന്റെ പ്രാധാന്യം. എന്റെ ജീവിതം യോഗയെക്കുറിച്ച് അറിയുവാനും അഭ്യസിക്കുവാനും തുടങ്ങിയതിലൂടെ ആരോഗ്യപരമായും മാനസികമായും ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യോഗ അഭ്യസിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന സ്പോണ്ടിലൈറ്റിസ്, ടെന്നീസ് എൽബോ തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും എനിക്ക് പൂർണ്ണ ആശ്വാസവും ലഭിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു നിക്ഷേപമായി യോഗയുടെ അറിവിനെ കാണും. ഇന്നത്തെ സമൂഹത്തിൽ കച്ചവട സാധ്യതയുള്ള യോഗ പല വിധത്തിലൂടെ കച്ചവടം ചെയ്യുന്നു. ആയതിനാൽ പരസ്യവാചകങ്ങൾ മാത്രം വിശ്വസിച്ച് ഈ പേരുകൾ കേൾക്കുമ്പോഴേക്കും നിങ്ങൾ എടുത്തു ചാടിയാൽ നിങ്ങൾ വീഴുന്നത് ചതിക്കുഴിയിലേക്കായിരിക്കും എന്ന ബോധത്തോടെ യഥാർത്ഥ അറിവുള്ളവരിൽ നിന്ന് മാത്രം കൃത്യമായി യോഗ പരിശീലിച്ച് ആരോഗ്യവാന്മാരും സന്മനസ്സിൻ ഉടമകളുമായി തീരുക. നമ്മുടെ മനസ്സും ശരീരവും നമ്മളെക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അവസരം എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ യോഗ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.